friends, welcome back to Food and Fusion. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വെജിറ്റബിൾ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തിട്ട് വേർതിരിച്ചെടുത്ത കോണാണ്. പിന്നെ ഒരു 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാരറ്റ് എല്ലാം ചെറുതായിട്ട് അരിയണം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി എല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനകത്ത് 1 കപ്പ് കോണാണ് ഇതുള്ളത്. ഇത് നമുക്കൊരു 1/2 കപ്പ് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട്. അപ്പം ഞാൻ ഈ കോണിൻ്റെ അകത്ത് കുറച്ച് എടുത്തിട്ട് ഒരു കപ്പിൽ ഓൾമോസ്റ്റ് 3/4 കപ്പോളം എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വെജിറ്റബിൾ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബട്ടർ മെൽട്ടായി വന്ന സമയം കൊണ്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ബട്ടർ ഇല്ലെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്, പിന്നെ നേരത്തെ എടുത്തു വെച്ചതിൻ്റെ ബാക്കി കോണും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഹാഫ് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് കുക്കാവൊന്നും വേണ്ട. അപ്പോൾ ഈ സമയം ഞാൻ നേരത്തെ എടുത്ത് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന കോൺ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇതിനകത്തോട്ടൊരു 3 കപ്പ് വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് തിളക്കണം. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയി, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ മിക്സ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് തിക്നെസ് അനുസരിച്ചിട്ട് കോൺഫ്ലോർ എത്ര വേണമെന്ന് തീരുമാനിക്കാം. നല്ല തിക്നെസ് വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. ഇപ്പം നന്നായിട്ട് കുറച്ചുകൂടെ ഇത്
നന്നായിട്ട് മിക്സ് ആയിക്കോളും. മിക്സ് ആകുമ്പോൾ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പം തിളച്ച് വന്നിട്ട് ഇതാ നന്നായിട്ട് ക്രീമി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തോട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്വീറ്റ് കോൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ തണുപ്പ് കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു സൂപ്പാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.